പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മാനവിക ഭൂമിശാസ്ത്രം സ്വഭാവവും വ്യാപ്തിയും, ഹ്യൂമൻ ജോഗ്രഫി നേച്ചർ ആൻഡ് സ്കോപ്പ് എന്ന അധ്യായത്തിലെ ഒരു പാഠഭാഗത്തേക്കാണ് നിങ്ങളെ ഇന്ന് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. നമ്മൾ പ്രധാനമായും രണ്ട് ആശയങ്ങളാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. ഒന്നാമത്തത്, മാനവിക ഭൂമിശാസ്ത്രം കാലത്തിൻ്റെ നാൾ വഴികളിലൂടെ, ഹ്യൂമൻ ജോഗ്രഫി ത്രൂ കോറിഡോർ ഓഫ് ടൈം. ഇതാണ് ഒന്നാമത്തെ ആശയം. രണ്ടാമത്തത്, ഫീൽഡ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി, മാനവിക ഭൂമിശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലകൾ. ഈ മേഖലയ്ക്ക് സാമൂഹ്യശാസ്ത്രത്തിലെ മറ്റേതെല്ലാം ശാഖകളുമായുള്ള ബന്ധം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. ഇതിലൊന്നാമത്തെ ആശയം, മാനവിക ഭൂമിശാസ്ത്രം കാലത്തിൻ്റെ ഇടനാഴികളിലൂടെ. എന്താണ് നമ്മൾ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ മാനവിക ഭൂമിശാസ്ത്രത്തിന് വളരെ പഴയ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രകാലത്ത് നിന്ന് ആരംഭിച്ച് നിരവധി വികസന ഘട്ടങ്ങളിലൂടെ കടന്നു വന്നാണ് ഇന്നത്തെ അവസ്ഥയിലുള്ള, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുള്ള മാനവിക ഭൂമിശാസ്ത്രം എന്ന ഭാഗത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. ചരിത്രപരമായ വിവിധ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് നിരവധി മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ട് പരിണാമ പ്രക്രിയയ്ക്ക് വിധേയമായിക്കൊണ്ടാണ് ഇന്നത്തെ രീതിയിലുള്ള മാനവ ഭൂമിശാസ്ത്രം എത്തിപ്പെട്ടു നിൽക്കുന്നത്. ആ ഒരു വികസന ഘട്ടങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു പഠനശാഖയുടെ വേരുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കം നമുക്ക് കാണാൻ കഴിയും. പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യൻ നായാടിയും വേട്ടയാടിയുമായിരുന്നു ജീവിച്ചത്. എന്നാൽ നവീന ശിലായുഗത്തിൽ മനുഷ്യൻ കൃഷി കണ്ടുപിടിക്കുകയും കന്നുകാലികളെ വളർത്തുകയും അവയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരിടത്തവൻ സ്ഥിരമായി താമസിക്കാനും ആരംഭിച്ചു. അതോടുകൂടി മനുഷ്യന് അവന് സ്വന്തമായ ഒരു പരിസ്ഥിതി രൂപപ്പെടുകയും ഈ പരിസ്ഥിതിയും മനുഷ്യനും പരിസ്ഥിതിയും പരസ്പരാശ്രിതമായി പരസ്പര ബന്ധിതമായി ജീവിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് മാനവിക ഭൂമിശാസ്ത്രത്തെ വളർച്ച ആരംഭിക്കുന്നത്. ഇതോടുകൂടി മനുഷ്യൻ പരിസ്ഥിതിയുമായി നന്നായി ഇണങ്ങിച്ചേരാൻ ആരംഭിച്ചു. ആദ്യ കാലഘട്ടങ്ങളിൽ മനുഷ്യ സമൂഹങ്ങൾ തമ്മിൽ ധാരാളം വേർതിരിവുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാൽ, അതൊരു പർവ്വതമാകാം, നദിയാവാം, സമുദ്രമാകാം, ഏതെങ്കിലും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളാൽ മനുഷ്യർ പരസ്പരം വേർപെട്ട് കിടന്നിരുന്നു. അവരുടെ ചിന്തകളോ അവരുടെ അറിവുകളോ പരസ്പരം ഷെയർ ചെയ്യപ്പെട്ടിരുന്നില്ല. ഓരോ ഭാഗത്തുമുള്ള മനുഷ്യൻ്റെ വികാസം ആ ഭാഗത്ത് മാത്രം ഒതുങ്ങിപ്പോയ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നിന്നും കുറേ കൂടി നമ്മൾ വികസിച്ച് വന്നപ്പോൾ, കുറേ കൂടി മുന്നോട്ട് വന്നപ്പോൾ 14-15 നൂറ്റാണ്ടോടുകൂടി മനുഷ്യൻ്റെ പരസ്പര ബന്ധങ്ങളുടെ ശക്തി വർദ്ധിക്കുകയാണ്. തുടർന്ന് 15-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ യൂറോപ്യന്മാർ സമുദ്ര സഞ്ചാരത്തിന് ഉയർന്ന പരിഗണന നൽകി. യൂറോപ്യൻ രാജാക്കന്മാരും ധീരോദാത്ത മനസ്സുള്ള യൂറോപ്യൻ സമുദ്ര സഞ്ചാരികളും ഇവർക്ക് മുതൽക്കൂട്ടായി. ബർത്തലോമിയോ ഡയസ്, വാസ്കോ ഡ ഗാമ, ഫ്രാൻസിസ്കോ അൽമേഡ, കബ്രാൾ, മെഗല്ലൻ തുടങ്ങിയ ഒരു വലിയ വംശപരമ്പര യൂറോപ്യൻ ജനതയ്ക്ക് സ്വന്തമായുണ്ട്. അവർ സന്ദർശിച്ച പ്രദേശങ്ങളുടെ വിശദമായ കുറിപ്പുകൾ അവർ തയ്യാറാക്കി ഭൂമിശാസ്ത്രത്തിന് അതുമായി ബന്ധപ്പെട്ട അനുബന്ധ മേഖലയിലേക്കും അവർ കൈമാറി. ഇതോടെ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ
മാനവ ഭൂമിശാസ്ത്രം വളർന്നു വരികയാണ്. ഇത് മാനവ ഭൂമിശാസ്ത്രത്തിൻ്റെ വളർച്ചയിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു. കോളനി വൽക്കരണ പ്രക്രിയകളും ലോകമഹായുദ്ധങ്ങളും പുതിയ ചിന്താധാരകളും ശാസ്ത്ര പുരോഗതിയും മാനവ ഭൂമിശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് കരുത്തേകി. ചരിത്രപരമായ മാനവ ഭൂമിശാസ്ത്രത്തിൻ്റെ വളർച്ചയെ നമ്മൾ പ്രധാനമായിട്ടും 6 ഘട്ടങ്ങളാക്കി തരംതിരിക്കുകയും ഓരോ കാലഘട്ടത്തെയും വിവിധ സമീപനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റഡി, human geography can be classified into 6 categories. Now we are going to discuss its different approaches and their characteristics. നമ്മൾ ഇന്ന് ഇത്തരം 6 ഘട്ടങ്ങളുടെ സമീപനങ്ങളും ആ ഓരോ സമീപനത്തിൻ്റെയും സവിശേഷതകളുമാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമതായി ആദ്യകാല കോളനി വൽക്കരണ കാലഘട്ടം, ഏർലി കൊളോണിയൽ പീരീഡ്. രണ്ടാമത്തത് ലേറ്റർ കൊളോണിയൽ പീരീഡ്, പിൻകാല കോളനിവൽക്കരണ കാലഘട്ടം. മൂന്നാമത്തത് 2 യുദ്ധങ്ങൾക്കിടയിലുള്ള, ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള 1930-കൾ. നാലാമത്തത് 1950-കളുടെ ഉത്തരാർദ്ധം മുതൽ 1960-കളിലെ ഉത്തരാർദ്ധം വരെ, ലേറ്റ് 1950s ടു ലേറ്റ് 1960s. അഞ്ചാമത്തത് 1970-കൾ 1970s. ആറാമത്തത് 1990-കൾ 1990s. ഇതാണ് 6 പ്രധാനപ്പെട്ട വികസന ഘട്ടങ്ങൾ. നമ്മൾ വീണ്ടും ഒന്നാമത്തെ കാലഘട്ടത്തിൻ്റെ സവിശേഷതയിലേക്ക് പോവുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വിവരം ശേഖരിക്കുന്നതിനും വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്നതിനും ഉയർന്ന പരിഗണന നൽകിയ കാലഘട്ടമായിരുന്നു. യൂറോപ്യൻ ശക്തികളുടെ കോളനിവൽക്കരണത്വരയും സാമ്രാജ്യത്വത്വരയും അവരെ ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് എത്തിക്കുകയും ആ ഭൂഖണ്ഡങ്ങളുടെ വിശദമായ ചരിത്രം, വളരെ പ്രധാനപ്പെട്ട ചരിത്രഭാഗങ്ങൾ എഴുതി സൂക്ഷിക്കാനും അവർ തയ്യാറായി. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. ഇക്കാലത്ത് മാനവ ഭൂമിശാസ്ത്രത്തിൻ്റെ സമീപനം എക്സ്പ്ലോറേഷനും ഡിസ്ക്രിപ്ഷനുമായിരുന്നു, പര്യവേഷണവും വിവരണവുമായിരുന്നു ഇക്കാലത്തിൻ്റെ സമീപനം. അക്കാലത്ത് മാനവ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് ഇത്തരം വിവരണങ്ങൾ മാത്രമായിരുന്നു. അടുത്തത് നമ്മൾ രണ്ടാമത്തെ കാലഘട്ടം ലേറ്റ് കൊളോണിയൽ പീരീഡിലേക്ക് കടക്കുകയാണ്, പിൻകാല കോളനിവൽക്കരണ കാലം. ഇക്കാലത്തെ സമീപനം മേഖലാ വിശകലനം ഓർ റീജിയണൽ അനാലിസിസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഭൂമിയെ ഓരോ ഭാഗമായി കാണുകയും ആ ഓരോ ഭാഗത്തെയും സമഗ്രമായി പഠിക്കുകയാണെങ്കിൽ അത് ഭൂമിയുടെ സമഗ്ര പഠനത്തിന് സഹായകരമാകും എന്നാണ് ഈ മേഖലാ പഠനം അർത്ഥമാക്കുന്നത്. ഡ്യൂറിംഗ് ദിസ് പീരീഡ് elaborate description of all aspects of the region were undertaken. The idea was that all regions were part of a whole. This whole means Earth. മൂന്നാമത്തെ കാലഘട്ടം 2 ലോക മഹായുദ്ധങ്ങൾക്കിടയിലുള്ള കാലഘട്ടമാണ്. 2 ലോക മഹായുദ്ധങ്ങൾക്കിടയിലുള്ള 1930-കൾ. ഇക്കാലത്തെ സമീപനം പ്രാദേശിക വൈവിധ്യത്തിനാണ്, റീജിയണൽ ഡിഫറൻസിയേഷനാണ് ഉയർന്ന പരിഗണന നൽകിയത്. ഭൂമിയിലെ ഓരോ പ്രദേശവും
മറ്റൊരു പ്രദേശത്ത് നിന്ന് എന്തുമാത്രം വ്യത്യാസപ്പെട്ട് കിടക്കുന്നു എന്ന കാര്യം ഇവർ വളരെ വ്യക്തമായി ചർച്ച ചെയ്യുകയുണ്ടായി. The focus was on identifying the uniqueness of any region and understanding how and why it was different from others. That is the main theme of areal differentiation. കുട്ടികളെ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വിധിവിശ്വാസവാദം, സാധ്യതാവാദം, നവവിധിവിശ്വാസവാദം, ഡിറ്റർമിനിസം, പോസിബിലിസം, നിയോ ഡിറ്റർമിനിസം എന്നീ വാദങ്ങൾ ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യപ്പെട്ട കാലഘട്ടമാണ് 1930-കൾ. ഇവിടെ മാനവ ഭൂമിശാസ്ത്രത്തിലെ ഏരിയൽ ഡിഫറൻസിയേഷൻ, പ്രാദേശിക വൈവിധ്യത എന്ന സമീപനം പുതിയ പ്രദേശങ്ങൾ കണ്ടെത്താനും ആ പ്രദേശങ്ങളിലെ വിഭവങ്ങൾ കൈവശപ്പെടുത്താനും അതിനുവേണ്ടിയുള്ള സംഘർഷത്തിലേക്കും അത് ലോകമഹായുദ്ധങ്ങളിലേക്ക് എത്തിപ്പെടാനും കാരണമായി എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. നാലാമതായി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന കാലഘട്ടം 1950-കളുടെ ഉത്തരാർദ്ധം മുതൽ 1960-കളുടെ ഉത്തരാർദ്ധ കാലം വരെയാണ്. ലൈറ്റ് 1950s ടു ലൈറ്റ് 1960s. മാനവ ഭൂമിശാസ്ത്രത്തിലെ ഇക്കാലത്തെ സമീപനം സ്പേഷ്യൽ ഓർഗനൈസേഷൻ, സ്ഥാനീയ സംഘാടനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സ്ഥാനീയ സംഘാടനം, സ്ഥലപരമായ സംഘാടനം എന്ന പേരിലും നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയും. ഇക്കാലത്ത് കമ്പ്യൂട്ടർ പോലെയുള്ള ആധുനിക സംവിധാനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഊർജതന്ത്രത്തിലെ തത്വങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റകൾ, പരിമാണപരമായ അളവുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ചുരുക്കത്തിൽ മനുഷ്യനിൽ നിന്നും ഭൂമിശാസ്ത്രം അകലാൻ ആരംഭിക്കുകയും ഈ ഭൂമിശാസ്ത്രം എന്ന പഠനശാഖ തികച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മാത്രം അധിഷ്ഠിതമായി മാറ്റപ്പെട്ടു എന്നുള്ളതുമാണ് ഇക്കാലത്തിൻ്റെ സവിശേഷത. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഈ കാലഘട്ടം ക്വാണ്ടിറ്റേറ്റീവ് റവല്യൂഷൻ, പരിമാണപരമായ വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആയിരത്തി 1970-കളിലെ കാലഘട്ടത്തിൻ്റെ സമീപനം ഹ്യൂമനിസം, റാഡിക്കലിസം, ബിഹേവിയറിസം എന്നിവയായിരുന്നു. എമർജൻസ് ഓഫ് ഹ്യൂമനിസ്റ്റിക്, റാഡിക്കൽ ആൻഡ് ബിഹേവിയറൽ സ്കൂൾസ് ഓഫ് തോട്ട്. പരിമാണ വിപ്ലവത്തോടും മനുഷ്യ പരിഗണന നൽകാത്ത ഭൂമിശാസ്ത്ര സമീപനത്തോടുമുള്ള എതിർപ്പിൽ നിന്നായിരുന്നു ഈയൊരു മാനവിക റാഡിക്കൽ ബിഹേവിയറൽ സമീപനങ്ങൾ ഉയർന്നു വന്നത്. 1970-കളിൽ ഉയർന്നു വന്ന ഹ്യൂമനിസ്റ്റിക്, റാഡിക്കൽ, ബിഹേവിയറൽ ചിന്താഗതികൾ ഭൂമിശാസ്ത്രത്തിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയ മാനവിക മുഖം തിരിച്ചു പിടിക്കാനുള്ള സജീവ പ്രവർത്തനത്തിലും ശ്രമങ്ങളിലും ഏർപ്പെടുകയും അത് വലിയൊരളവോളം വിജയിക്കുകയും ചെയ്തു. നവോത്ഥാന കാലത്തെ രൂപപ്പെട്ട ആശയമാണ് മാനവികത എന്ന ആശയം. എന്നാൽ ഈ മാനവികതാവാദം 1970 കൂടിയാണ് ഭൂമിശാസ്ത്ര പഠന മേഖലയിലേക്ക് കടന്നു വന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഒരു ചിന്താ പദ്ധതിയാണ് മാനവികതാവാദം. ഇക്കാലത്തുള്ള മറ്റൊരു ചിന്താധാരയായിരുന്നു റാഡിക്കലിസം. കാൾ മാർക്സിൻ്റെ സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളുടെ കാരണങ്ങൾ വിലയിരുത്താനാണ്
റാഡിക്കലിസം ശ്രമിച്ചത്. ഇക്കാലത്തെ മറ്റൊരു ചിന്താധാരയായിരുന്നു ബിഹേവിയറിസം. മനുഷ്യൻ്റെ ജീവിത അനുഭവങ്ങൾക്ക് ഉയർന്ന പരിഗണന നൽകിക്കൊണ്ട് വംശം, ജാതി, മതം എന്നീ ഘടകങ്ങളെ വിശകലന വിധേയമാക്കാനാണ് ബിഹേവിയർ സ്കൂൾ ഓഫ് തോട്ട് ശ്രമിച്ചത്. ഏറ്റവും ഒടുവിലായി അവസാനത്തെ കാലഘട്ടം 1990കളിലെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലെ സമീപനം ഭൂമിശാസ്ത്രത്തിലെ ഉത്തരാധുനികത എന്നതായിരുന്നു. പോസ്റ്റ് മോഡേണിസം ഇൻ ജോഗ്രഫി. ഏതൊരു പ്രശ്നത്തിനും പ്രാദേശികമായ പ്രശ്നപരിഹാരം സാധ്യമാവുമെന്നും ആ പ്രശ്നപരിഹാരം സാധ്യമാവുന്നതിൽ ഭൂമിശാസ്ത്ര പഠനം നമ്മെ സഹായിക്കും എന്നുള്ളതുമാണ് ഇക്കാലത്തെ സമീപനം സൂചിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഓർത്ത് നോക്കുകയാണ്. പ്രധാനമായിട്ടും 6 കാലഘട്ടങ്ങളായാണ് നമ്മൾ മാനവിക ഭൂമിശാസ്ത്രത്തിൻ്റെ വളർച്ചയെ തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കാലഘട്ടം ഏർലി കൊളോണിയൽ പീരീഡ്. രണ്ടാമത്തെ ഘട്ടം ലേറ്റർ കൊളോണിയൽ പീരീഡ്. മൂന്നാമത്തെ കാലഘട്ടം 2 ലോകമഹായുദ്ധങ്ങൾക്കിടയിലുള്ള 1930കൾ. നാലാമത്തെ കാലഘട്ടം 1950ൻ്റെ ഉത്തരാർദ്ധം മുതൽ 1960ൻ്റെ ഉത്തരാർദ്ധം വരെയുള്ള കാലഘട്ടം. അഞ്ചാമത്തെ കാലഘട്ടം 1970കളിലെ കാലഘട്ടമാണ്. ആറാമത്തെ കാലഘട്ടം 1990കളിലെ കാലഘട്ടമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പഠന പ്രവർത്തനം ഇവിടെ നൽകുന്നു. 6 കാലഘട്ടങ്ങൾ, ഓരോ കാലഘട്ടത്തിൻ്റെയും സമീപനങ്ങൾ അല്ലെങ്കിൽ അപ്രോച്ചസ്, ആ അപ്രോച്ചസിൻ്റെ ഓരോന്നിൻ്റെയും സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് മാനവിക ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകൾ, ഉപശാഖകൾ. ഈ ഉപശാഖകൾ രൂപപ്പെടാൻ കാരണമായ മറ്റ് സാമൂഹ്യ ശാസ്ത്രശാഖകൾ. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. മാനവിക ഭൂമിശാസ്ത്രം മറ്റു സാമൂഹ്യ ശാസ്ത്രശാഖകളുമായി നല്ല രീതിയിൽ കൂടിച്ചേർന്നതിൻ്റെ ഫലമായിട്ടാണ് ഇന്നത്തെ രീതിയിലുള്ള വലിയ തോതിലുള്ള വളർച്ച കൈവരിച്ച മാനവിക ഭൂമിശാസ്ത്രം വളർന്നു വന്നത്. മാനവിക ഭൂമിശാസ്ത്രത്തിന് പ്രധാനമായും 6 ശാഖകളുണ്ട്. There are 6 fields in human geography. നമുക്കത് ഓരോന്നായി പരിശോധിക്കാം. ഒന്നാമതായി സാമൂഹ്യ ഭൂമിശാസ്ത്രം, സോഷ്യൽ ജോഗ്രഫി. രണ്ടാമതായി നഗര ഭൂമിശാസ്ത്രം, അർബൻ ജോഗ്രഫി. മൂന്നാമതായി രാഷ്ട്രീയ ഭൂമിശാസ്ത്രം, പൊളിറ്റിക്കൽ ജോഗ്രഫി. നാലാമതായി ജനസംഖ്യാ ഭൂമിശാസ്ത്രം, പോപ്പുലേഷൻ ജോഗ്രഫി. അഞ്ചാമതായി അധിവാസ ഭൂമിശാസ്ത്രം, സെറ്റിൽമെന്റ് ജോഗ്രഫി. അവസാനമായി ആറാമത്തത് സാമ്പത്തിക ഭൂമിശാസ്ത്രം, എക്കണോമിക് ജോഗ്രഫി. ഇതാണ് പ്രധാനപ്പെട്ട 6 ശാഖകൾ. മാനവ ഭൂമിശാസ്ത്രത്തിൻ്റെ പ്രധാന ശാഖകളും അതിൻ്റെ ഉപശാഖകളും ആ ഉപശാഖകൾ രൂപപ്പെടാൻ കാരണമായ മറ്റ് സാമൂഹ്യ ശാസ്ത്രങ്ങളെ പറ്റി നമുക്കിവിടെ ചർച്ച ചെയ്യാം. ഇനി ആദ്യമായി സാമൂഹ്യ ഭൂമിശാസ്ത്രം. സാമൂഹ്യ ഭൂമിശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപമേഖലയാണ് പെരുമാറ്റ ഭൂമിശാസ്ത്രം, ബിഹേവിയറൽ ജോഗ്രഫി. ബിഹേവിയറൽ ജോഗ്രഫി രൂപപ്പെട്ടത് സാമൂഹ്യശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിൽ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സാമൂഹ്യക്ഷേമ ഭൂമിശാസ്ത്രം, ജോഗ്രഫി ഓഫ് സോഷ്യൽ വെൽബീയിങ്. ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, വെൽഫെയർ എക്കണോമിക്സ് എന്ന സാമൂഹ്യശാസ്ത്ര ശാഖയുമായാണ് ഇത് ബന്ധപ്പെട്ടത്. വിശ്രമ ഭൂമിശാസ്ത്രം, ജോഗ്രഫി ഓഫ് ലെഷർ. സമൂഹശാസ്ത്രം, സോഷ്യോളജി എന്ന സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് വിശ്രമ ഭൂമിശാസ്ത്രം രൂപപ്പെട്ടത്. സാംസ്കാരിക ഭൂമിശാസ്ത്രം, കൾച്ചറൽ ജോഗ്രഫി. നരവംശശാസ്ത്രം, ആന്ത്രോപോളജി എന്ന
സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടപ്പോഴാണ് സാംസ്കാരിക ഭൂമിശാസ്ത്രം രൂപം കൊണ്ടത്. സ്ത്രീ പുരുഷ ഭൂമിശാസ്ത്രം, ജെൻഡർ ജോഗ്രഫി, സമൂഹശാസ്ത്രം, നരവംശശാസ്ത്രം, വനിതാ പഠനങ്ങൾ, സോഷ്യോളജി, ആന്ത്രോപോളജി, വിമൻ സ്റ്റഡീസ് എന്നീ സമൂഹശാസ്ത്രങ്ങളുമായി ഒന്നിച്ച് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീ പുരുഷ ഭൂമിശാസ്ത്രം രൂപം കൊണ്ടത്. ചരിത്ര ഭൂമിശാസ്ത്രം, ഹിസ്റ്റോറിക്കൽ ജോഗ്രഫി, ചരിത്രം, ഹിസ്റ്ററി എന്ന സാമൂഹ്യശാസ്ത്ര ശാഖയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ചരിത്ര ഭൂമിശാസ്ത്രം രൂപം കൊണ്ടത്. വൈദ്യ ശാസ്ത്ര ഭൂമിശാസ്ത്രം, മെഡിക്കൽ ജോഗ്രഫി, സാംക്രമിക രോഗശാസ്ത്രം, എപ്പിഡമോളജി എന്ന ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് വൈദ്യശാസ്ത്ര ഭൂമിശാസ്ത്രം രൂപം കൊണ്ടത്. ഇതാണ് സാമൂഹിക ഭൂമിശാസ്ത്രത്തിൻ്റെ ഉപമേഖലകളും ആ ഉപമേഖലകൾ രൂപപ്പെടാൻ കാരണമായ മറ്റ് സാമൂഹ്യ ശാഖകളും. ഇനി നമുക്ക് രാഷ്ട്രീയ ഭൂമിശാസ്ത്രത്തിൻ്റെ ഉപശാഖകൾ പരിശോധിക്കാം. തെരഞ്ഞെടുപ്പ് ഭൂമിശാസ്ത്രം, ഇലക്ടറൽ ജോഗ്രഫി. ഈ ഉപശാഖ രൂപപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ശാസ്ത്രം സിഫോളജി എന്ന സാമൂഹ്യ ശാസ്ത്രശാഖയുമായി ചേർന്നപ്പോഴാണ്. സൈനിക ഭൂമിശാസ്ത്രം, മിലിറ്ററി ജോഗ്രഫി രൂപപ്പെട്ടത് സൈനിക ശാസ്ത്രം, മിലിറ്ററി സയൻസ് എന്ന സാമൂഹ്യ ശാസ്ത്രശാഖയുമായി രൂപപ്പെട്ടപ്പോഴാണ്. ഇനി നമുക്ക് സാമ്പത്തിക ഭൂമിശാസ്ത്രത്തിൻ്റെ എക്കണോമിക് ജോഗ്രഫിയുടെ ഉപശാഖകൾ പരിചയപ്പെടാം. വിഭവ ഭൂമിശാസ്ത്രം, ജോഗ്രഫി ഓഫ് റിസോഴ്സ് രൂപപ്പെട്ടിരിക്കുന്നത് വിഭവ സാമ്പത്തിക ശാസ്ത്രം, റിസോഴ്സ് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടാണ്. കാർഷിക ഭൂമിശാസ്ത്രം, ജോഗ്രഫി ഓഫ് അഗ്രികൾച്ചർ രൂപപ്പെട്ടിരിക്കുന്നത് കൃഷിശാസ്ത്രം, അഗ്രികൾച്ചറൽ സയൻസ് എന്ന സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ്. വ്യാവസായിക ഭൂമിശാസ്ത്രം, ജോഗ്രഫി ഓഫ് ഇൻഡസ്ട്രീസ് രൂപപ്പെട്ടത് വ്യാവസായിക ധനതത്വശാസ്ത്രം, ഇൻഡസ്ട്രിയൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടാണ്. വിപണന ഭൂമിശാസ്ത്രം, ജോഗ്രഫി ഓഫ് മാർക്കറ്റിംഗ് ഇത് രൂപപ്പെട്ടിരിക്കുന്നത് വ്യാപാര പഠനം, സാമ്പത്തിക ശാസ്ത്രം, വാണിജ്യശാസ്ത്രം, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, കൊമേഴ്സ് എന്നീ പഠനശാലകളുമായി ബന്ധപ്പെട്ടപ്പോഴാണ്. വിനോദസഞ്ചാര ഭൂമിശാസ്ത്രം, ജോഗ്രഫി ഓഫ് ടൂറിസം ഇത് രൂപപ്പെട്ടിരിക്കുന്നത് ടൂറിസം, ട്രാവൽ മാനേജ്മെൻറ്റ് എന്ന സാമൂഹ്യ ശാസ്ത്രശാലയുമായി ബന്ധപ്പെട്ടപ്പോഴാണ്. അന്താരാഷ്ട്ര വ്യാപാര ഭൂമിശാസ്ത്രം, ജോഗ്രഫി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ഈ ഉപശാസ്ത്രശാഖ രൂപപ്പെട്ടിരിക്കുന്നത് അന്താരാഷ്ട്ര വ്യാപാരം, ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ മാനവിക ഭൂമിശാസ്ത്രത്തിൻ്റെ ശാഖകൾ, ഉപശാഖകൾ, ആ ഉപശാഖകൾ രൂപപ്പെടാൻ കാരണമായ മറ്റ് സാമൂഹ്യശാസ്ത്ര ശാഖകൾ ഉൾക്കൊള്ളുന്ന ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. എ ടേബിൾ ഈസ് ഗിവൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ഷോയിങ് ഫീൽഡ്, സബ് ഫീൽഡ് ആൻഡ് സിസ്റ്റർ ഡിസിപ്ലിൻസ്. പ്ലീസ് റെഫർ ദ ടേബിൾ. അടുത്തതായി ഒരു പഠന പ്രവർത്തനമാണ് മാനവിക ഭൂമിശാസ്ത്രത്തിൻ്റെ പ്രധാന ശാഖകൾ, ഉപശാഖകൾ, അത് രൂപപ്പെടാൻ കാരണമായ മറ്റ് സാമൂഹ്യശാസ്ത്ര ശാഖകൾ. ഇവയുടെ വിവരങ്ങളടങ്ങുന്ന ഒരു പട്ടിക ക്രമം തെറ്റിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഈ പട്ടികയെ നിങ്ങൾ ക്രമപ്പെടുത്തുക. എ ടേബിൾ ഈസ് ഗിവൺ ഹിയർ ഷോയിങ് ഫീൽഡ്, സബ് ഫീൽഡ് ആൻഡ് സിസ്റ്റർ ഡിസിപ്ലിൻസ് ഓഫ് ഹ്യൂമൻ ജോഗ്രഫി. അറേഞ്ച് ദം കറക്റ്റ്ലി. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്.